ഈ കുഞ്ഞമത്തിയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മത്തി ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എനിക്കൊക്കെ മത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് മാത്രം വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചത് കേട്ടോ. പേസ്റ്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ചതച്ചത്. ഇഞ്ചി വേണ്ട. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കുഞ്ഞമത്തി അതുപോലെ മാന്തലൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന് കായം പറ്റിച്ചതെന്നാണ് കേട്ടോ പറയുക. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക, ആദ്യം ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു വെള്ളത്തോട് കൂടി ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു ചട്ടിയിൽ പരത്തി വെക്കുക കേട്ടോ. ഒന്നിൻ്റെ മേലെ ഒന്നാവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മസാലയും വെള്ളവും ഒരു വെളിച്ചെണ്ണയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആ ഒരു മീനൊന്നിങ്ങനെ ഒരു 1/4 ഭാഗത്തോളം ഒന്നിങ്ങനെ കുക്കായിട്ട് വരും കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു വെള്ളം വറ്റുന്ന സമയത്ത് നമ്മൾ മൂടി തുറന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് മേലെ മാത്രം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ എണ്ണ നിർബന്ധമായിട്ട് ഒഴിക്കണം, ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം വെക്കുക. അപ്പോൾ ആ ഒരു വെള്ളം ഒക്കെ വറ്റിയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ മീൻ കായം പറ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ മീൻ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടുന്ന സമയത്ത് നെത്തലല്ലാന്നുണ്ടെങ്കിൽ മാന്തലൊക്കെ ഇതുപോലെ ചെയ്തെടുത്താലും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്ന അത്രയും എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടും. നല്ല അടിപൊളിയായിട്ട് റെസിപ്പിയാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.